ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കൗണ്ട് പ്രൈസിൽ നിന്ന് എങ്ങനെ ട്രേഡ് എടുക്കാം അതാണ് നോക്കുന്നത്. ഓക്കെ, അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്, ഡിസ്കൗണ്ട് പ്രൈസിൽ നിന്ന് ട്രേഡ് എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നല്ല കോൺസെൻട്രേഷനോട് കൂടി ശ്രദ്ധയോട് കൂടി ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഡിസ്കൗണ്ട് പ്രൈസിൽ എൻട്രി എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ചാർട്ടിൽ നോക്കുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് ബേസിക്കായിട്ട് ഒരു കാര്യം പറയാം. ആദ്യം നമ്മൾ ട്രെൻഡ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കണം. നിലവിലെ ട്രെൻഡ് അത് ഹയർ ടൈം ഫ്രെയിമിലും നോക്കണം, ലോവർ ടൈം ഫ്രെയിമിലും നോക്കണം. ഹയർ ടൈം ഫ്രെയിമിൽ ഓവറോൾ ട്രെൻഡ് നോക്കുക, ഡെയിലിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രെൻഡ് ഹയർ ഹൈ ഹയർ ലോയിലാണോ ലോവർ ഹൈ ലോവർ ലോയിലാണോ എന്നുള്ള ആ ഒരു ട്രെൻഡ് നോക്കുക. ഇനി ചെറിയ ടൈം ഫ്രെയിമിൽ കറണ്ട് മാർക്കറ്റിംഗ് സമയത്ത് നമ്മൾ ഏത് ടൈം ഫ്രെയിമിലാണോ ട്രേഡ് എടുക്കുന്നത് ആ സമയത്തുള്ള ട്രെൻഡ് നോക്കുക. ഇപ്പോൾ മാർക്കറ്റ് ഹയർ ഹൈ ഹയർ ലോയിൽ പോവുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും പോകുന്നത്. അപ്പോൾ ഇങ്ങനെ മുകളിലോട്ട് പോകുന്ന മാർക്കറ്റ് ഒരിക്കലും ഇങ്ങനെ സപ്പോർട്ടുകളിൽ വന്ന് പോകത്തില്ല. തിരിച്ച് വീണ്ടും ഹൈക്ക് മേളിൽ പോയാൽ വീണ്ടും ഈ സപ്പോർട്ടിൽ വരണമെന്നില്ല, തിരിച്ച് വീണ്ടും മേളിൽ പോയാൽ വീണ്ടും ഈ സപ്പോർട്ടിൽ വരണമെന്നില്ല. ഇങ്ങനെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഒരു പാറ്റേൺ ആയിട്ടായിരിക്കും പോകുന്നത്. ഇങ്ങനെയുള്ള ഈ ഒരു പാറ്റേൺ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണമെന്ന്. ഇങ്ങനെ ഒരു പാറ്റേൺ ആയിട്ടായിരിക്കും വരുന്നത്. ഇങ്ങനെയാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതൊരു പാറ്റേൺ ആണ് ഇതിനുള്ളിൽ. അപ്പോൾ ഈ ഒരു പാറ്റേണിലും നമ്മൾ ഡിസ്കൗണ്ട് പ്രൈസ് കണ്ടെത്തണം. ഇപ്പം നമ്മൾ പെട്ടെന്ന് ഇത് മനസ്സിലാക്കാനായിട്ട് എന്ത് ചെയ്യുക, ഹയർ ഹൈ ഹയർ ലോയിൽ പോകുമ്പോൾ നമ്മൾ ചാർട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവസാനത്തെ ലോയിലേക്ക് വരാതെ ആയിരിക്കും മാർക്കറ്റ് പോകുന്നത്. അപ്പോൾ ഹയർ ഹൈ ഹയർ ലോയിൽ പോകുമ്പോൾ ഈ ഒരു മുകളിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ചാടി കയറി ട്രേഡ് എടുക്കല്, ഡിസ്കൗണ്ട് പ്രൈസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. മുകളിലോട്ട് കയറി ഒരിക്കലും മുകളിൽ പോയിട്ട് ബൈ എടുക്കാൻ നിൽക്കല്, ഒരു ഡിസ്കൗണ്ട് പ്രൈസ് വരട്ടെ എന്നിട്ട് നമുക്ക് ട്രേഡ് എടുക്കാം. ഓക്കെ, അങ്ങനെ ഡിസ്കൗണ്ട് പ്രൈസിൽ വരുമ്പോഴായിരിക്കണം എപ്പോഴും ട്രേഡ് പ്ലാൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് എവിടം വരെ വരാമെന്നുള്ളത് ഇങ്ങനെ ട്രെൻഡ് ലൈൻ വരച്ച് കഴിഞ്ഞാൽ ആ ട്രെൻഡ് ലൈൻ വരെ വരാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നേരത്തെ റെസിസ്റ്റൻസ് സപ്പോർട്ടാകാം, അല്ലെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ സപ്പോർട്ടാകാം. അതായിരിക്കണം അവിടുത്തെ വ്യൂ എന്ന് പറയുന്നത്. നമ്മളിനിയിപ്പോൾ ഈ നേരത്തെ റെസിസ്റ്റൻസിൽ നിന്നും ഇപ്പോൾ മുകളിൽ ഇവിടെ ഈ ഒരു ഏരിയ ഒരു റെസിസ്റ്റൻസ് പോയിൻ്റ് ആയിരുന്നു ഇത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ വരുമ്പോൾ പോലും നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ സിറ്റുവേഷൻ എന്താണ്, ഹയർ ഹൈ ഹയർ ലോയിൽ പോകുമ്പോൾ ഈ ലോയ്ക്ക് താഴത്ത് മാർക്കറ്റ് പോകരുത്, ആ അവസാനത്തെ ലോയ്ക്ക് താഴത്ത് മാർക്കറ്റ് പോകരുത്. അതാണ് നമ്മുടെ വ്യൂ. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു ട്രെൻഡ് ലൈൻ്റെ ഏരിയയിൽ നിന്ന് ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മേളിൽ പോയിട്ട് ഒരു ഡിസ്കൗണ്ട് പ്രൈസ് ട്രെൻഡ് ലൈനിലേക്ക് വന്നു. അപ്പോൾ ട്രെൻഡ് ലൈനിൽ വന്നിട്ട് വേണമെങ്കിൽ നമുക്കൊരു ഡിസ്കൗണ്ട് പ്രൈസിൽ ട്രേഡ് നോക്കാം. ഓക്കെ, ഇനി ഇത് ലോവർ ഹൈ ലോവർ ലോയിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും വരുന്നത്? ഇങ്ങനെയായിരിക്കും മാർക്കറ്റ് കൂടുതലും മൂവ് ചെയ്യുന്നത്. ഓക്കെ, അവസാനത്തെ ഹൈയിലേക്ക് പോകണമെന്നില്ല. അവസാനത്തെ ഹൈയിൽ പോയാലും അതും ഒരു ഡിസ്കൗണ്ട് പ്രൈസ് ആയിട്ട് കൂട്ടിയാൽ മതി. അവസാനത്തെ ഹൈ വരെ ലോവർ ഹൈ ലോവർ ലോയിലാണെങ്കിൽ എവിടെയാണോ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആ ഏരിയ ഒരു ഡിസ്കൗണ്ട് പ്രൈസ് ആണ്. അത് നേരത്തെ സപ്പോർട്ട് ഏരിയ ആകാം, അല്ലെങ്കിൽ നേരത്തെ റെസിസ്റ്റൻസ് ഏരിയ ആകാം. ഓക്കെ, നേരത്തെ സപ്പോർട്ട് തിരിച്ചു ചെല്ലുമ്പോൾ റെസിസ്റ്റൻസ് ആവാം, അതൊരു ഡിസ്കൗണ്ട് പ്രൈസ് ആണ്, അല്ലെങ്കിൽ നേരത്തെ ഹൈ. ഇനി ഇങ്ങനെ ട്രെൻഡായിട്ട് ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ഈ ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാൻ മറക്കരുത്. ഒരു 2 പോയിൻ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യുക ഇങ്ങനെ. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. ലോവർ ഹൈ ലോവർ ലോയിൽ വരുന്ന മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നേരത്തെ സപ്പോർട്ടിനെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാം, അല്ലെങ്കിൽ ട്രെൻഡ് ലൈൻ വരുന്നുണ്ടെങ്കിൽ ആ ട്രെൻഡ് ലൈനെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാം, അല്ലെങ്കിൽ നേരത്തെ ഹൊറിസോണ്ടലായിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ, ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ. ഓക്കെ, ഇനിയിപ്പം ഇതിപ്പോൾ താഴെ വന്നിട്ട് തിരിച്ച് കയറുമ്പോൾ ഇവിടെ വന്നിട്ട് തിരിച്ച് കയറുമ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈൻ അല്ലെങ്കിൽ നേരത്തെ റെസിസ്റ്റൻസ് ഏരിയ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാം. ഓക്കെ, ഡിസ്കൗണ്ട് പ്രൈസ് എവിടെയാണോ ഡിസ്കൗണ്ട് പ്രൈസ് കിട്ടുന്നത് ആ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ ട്രേഡ് എടുക്കാൻ പ്ലാൻ ചെയ്യുക. അപ്പോൾ നമുക്ക് റിസ്ക്കും അവിടെ കുറവായിരിക്കും. ഓക്കെ, ഇപ്പോൾ ട്രെൻഡ് ഡൗൺ ആയതുകൊണ്ടാണ് നമ്മൾ ഈ റെസിസ്റ്റൻസ് ഏരിയയിൽ പോയിട്ട് ട്രേഡ് എടുക്കുന്നത്. അതുപോലെ ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ സപ്പോർട്ട് എവിടെ കിട്ടുന്നോ ആ സപ്പോർട്ട് ഏരിയയിൽ നിന്നും ബൈ എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇതൊരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇനി നമ്മളിത് ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ബിറ്റ്കോയിൻ്റെ ചാർട്ട്
ഈ ബിറ്റ് കോയിൻ്റെ ചാർട്ട് നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇവിടെ നിന്ന് ജസ്റ്റ് നോക്കാം, ഇവിടുന്ന്. ഓക്കെ, ഈ ഇത്രയൊരു ഏരിയയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം മാർക്കറ്റ് ബുള്ളിഷിൽ പോകുകയാണ് ഡെയിലിയിൽ. ഓക്കെ, ബുള്ളിഷിലാണ് മാർക്കറ്റ് പോയിക്കൊണ്ട് നിൽക്കുന്നത്. അവസാനത്തെ ലോയ്ക്ക് താഴത്ത് മാർക്കറ്റിന് സ്ട്രോങ് ആയിട്ട് വരാൻ പറ്റുന്നില്ല. വിക്ക് വന്നാലും കുഴപ്പമില്ല, ബോഡി വരരുത്. അപ്പോൾ ഇവിടുന്ന് വീണ്ടും അവസാനത്തെ ഹൈക്ക് മേളിൽ കയറുന്നതിന് മുമ്പ് ഇവിടെ ഒരു പുൾ ബാക്ക് എടുത്തു, തിരിച്ച് കയറി. അപ്പോൾ ഡെയിലിയിൽ ഇവിടെ വന്നിട്ട് ഇവിടം വരെ വന്നു, തിരിച്ച് കയറാൻ നോക്കി, ഹൈക്ക് മേളിൽ പോകാൻ പറ്റുന്നില്ല. അവസാനത്തെ ലോയ്ക്ക് താഴത്ത് മാർക്കറ്റിന് വരാൻ പറ്റി ഇവിടെ. അപ്പോൾ അവസാനത്തെ ലോയ്ക്ക് താഴത്ത് ഇവിടെ എങ്ങും വെച്ചിട്ട് മാർക്കറ്റ് വന്നിട്ടില്ല, കണ്ടില്ലേ? കയറി പോയതാണ്. അവസാനത്തെ ലോ സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും ഇവിടുന്ന് കയറി മേളിപ്പോൾ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ സ്ട്രോങ് ആയിട്ടൊരു സെല്ലിംഗ് പ്രഷർ കാണിച്ചു. അവസാനത്തെ ലോയ്ക്ക് താഴത്ത്, ഇതായിരുന്നു അവസാനത്തെ ലോ, ഇതൊരു എംപാറ്റേണുമായി. അപ്പോൾ ആ ഒരു ലോയ്ക്ക് താഴത്ത് വരാൻ പറ്റി. അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ടത് ഇവിടെ ഡിസ്കൗണ്ട് പ്രൈസ് ആണ്. ഇതെല്ലാ ടൈം ഫ്രെയിമിലും വർക്കൗട്ട് ആവും. ഞാനിപ്പോൾ ഇത് ഡെയിലിയിൽ എടുത്തതേ ഉള്ളൂ ഇപ്പോൾ. ഓക്കെ, അപ്പോൾ നോക്കുക, ഈ ഒരു ലോ കട്ട് ചെയ്ത് ഇറങ്ങിയ ഒരു ഹൈ ഏതാണ്? ആ ഹൈ നമ്മൾ കണ്ടെത്തണം. ഓക്കെ, താഴെ ഇവിടം വരെ വന്നു, തിരിച്ച് കയറാൻ നോക്കി. അപ്പോൾ ഈ ഒരു ഹൈയിൽ നിന്നാണ് മാർക്കറ്റ് ഇവിടം വരെ വന്നത്. അപ്പോൾ ഇനി തിരിച്ച് കയറുമ്പോൾ ഈ ഒരു ഹൈക്ക് മേളിൽ പോകണം, എങ്കിലേ അടുത്ത ഹൈ വരെ പോകാനുള്ള സാധ്യതയുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു ഹൈ ഒരു ഡിസ്കൗണ്ട് പ്രൈസ് ആണ്. നമുക്ക് ആ ഒരു ഹൈ ഒരു ഡിസ്കൗണ്ട് പ്രൈസ് ആണ്. എന്തായി? എക്സാക്റ്റ് ആ ഒരു ഏരിയയിൽ വരുമ്പോൾ നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുന്നു. നമ്മുടെ റിസ്ക്കും ചെറുതാണ്. ഇതിന് മേളിലൊരു ക്യാൻഡിൽ ക്ലോസ് വെച്ച് കഴിഞ്ഞാൽ SL കൊടുത്തേക്കും. ഇത്രയേ ഉള്ളൂ. നമ്മുടെ റിസ്ക്കും ഇവിടെ ചെറുതാണ്. ഡിസ്കൗണ്ട് പ്രൈസിൽ നിന്ന് താഴത്തോട്ട് ട്രേഡ് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇനി ഇത് തിരിച്ച് മേളിലോട്ട് ചെല്ലുമ്പോൾ ഇത് നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയയാണ്. ഈ ഒരു ഹൈയിൽ നിന്നാണ് മാർക്കറ്റ് താഴത്തേക്ക് വന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴും ആ റെസിസ്റ്റൻസ് ഏരിയയിൽ ചെല്ലുമ്പോഴും നമുക്കൊരു ഡിസ്കൗണ്ട് പ്രൈസാണ് താഴത്തോട്ടുള്ള ട്രേഡ് നോക്കാൻ. അവിടുന്ന് താഴത്തോട്ട് ട്രേഡ് നോക്കാം. ഓക്കെ, ഇത് ഇനി ഒരു 1 ഹവറിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ ഈ ഡിസ്കൗണ്ട് പ്രൈസുകൾ മനസ്സിലാക്കാൻ പറ്റും. 1 ഹവറിൽ വരികയാണെങ്കിൽ എന്താണ് ഇവിടെ സംഭവിച്ചത്? മാർക്കറ്റ് നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിലും കാണാൻ പറ്റും, ഇവിടുന്ന് നല്ല രീതിയിൽ അപ് ട്രെൻഡിൽ പോയ മാർക്കറ്റാണ്. ഓക്കെ, നല്ല രീതിയിൽ അപ് ട്രെൻഡിൽ പോയ മാർക്കറ്റ്. അപ്പോൾ മേളിൽ ചെന്നിട്ട് എന്താ സംഭവിച്ചതെന്ന് നോക്കുക. ഇവിടുന്ന് ഹൈ വെച്ചു, തിരിച്ച് താഴത്ത് വന്ന് ഇവിടെ ഒരു ലോ വെച്ചു, തിരിച്ച് വീണ്ടും ഹൈ. അതായത് ഈ ഹൈക്ക് മേളിൽ കയറിയപ്പം ഈ ഒരു ലോ ഇവിടെ കൺഫേം ആയി. അപ്പോൾ ഇനി തിരിച്ചു വരുമ്പോൾ ഈ ഒരു ലോയ്ക്ക് താഴത്ത് പോകരുത്. ആ ലോയ്ക്ക് താഴത്ത് പോയി കഴിഞ്ഞാൽ ട്രെൻഡ് ചേഞ്ച് ആവുന്ന വന്നു, സ്ട്രോങ് ആയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ. അപ്പോൾ എന്തായി? അവസാനത്തെ ലോയ്ക്ക് താഴത്ത് മാർക്കറ്റിന് പോകാൻ പറ്റി. അവസാനത്തെ ലോയ്ക്ക് താഴെ നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് മാർക്കറ്റിന് പോകാൻ പറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി എന്താ നോക്കേണ്ടത്? ഡിസ്കൗണ്ട് പ്രൈസ്. അവസാനത്തെ ലോയ്ക്ക് താഴത്ത് വന്നു കഴിഞ്ഞാൽ തിരിച്ച് കയറുമ്പോൾ ഡിസ്കൗണ്ട് പ്രൈസ്. അത് നേരത്തെ ഈ ഒരു സപ്പോർട്ട് പോലും ഒരു ഡിസ്കൗണ്ട് പ്രൈസായിട്ട് ആക്ട് ചെയ്യാം. തിരിച്ച് കയറുമ്പോൾ ഈ ഒരു ഹൈക്ക് മേളിൽ പോയി കഴിഞ്ഞാൽ SL കൊടുത്തിട്ട് അടുത്ത ഡിസ്കൗണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ താഴത്തോട്ടൊരു ട്രേഡ് എടുത്തു, വീണ്ടും ഇത് താഴത്തോട്ട് വരുമെന്നുള്ള പ്രതീക്ഷയിൽ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഹൈക്ക് മേളിൽ കയറിയാൽ നമ്മളത് SL കൊടുത്തങ്ങ് മാറിയേക്കുക. തിരിച്ച് വീണ്ടും ഒരു ഡിസ്കൗണ്ട് പ്രൈസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. കാരണം അവസാനത്തെ ലോയ്ക്ക് താഴത്ത് വന്നതാണ്. അപ്പോൾ ഡിസ്കൗണ്ട് പ്രൈസ് നമ്മളെങ്ങനെ നോക്കാം? മേളിൽ നിന്ന് നോക്കുക. ഇവിടുന്ന് ഇങ്ങനെ ഹൈ വെച്ച് പോയ മാർക്കറ്റ് ഇവിടെ എത്തിയപ്പോൾ ഈ ഒരു ഹൈ നിന്നും അടുത്ത ഹൈ ഇവിടം വരെ വന്നോളൂ. അപ്പോൾ ഇത് ലോവർ ഹൈ ലോവർ ലോയാണ്. ഓക്കെ, ലോവർ ഹൈ ലോവർ ലോ. അപ്പോൾ ഇങ്ങനെ ട്രെൻഡായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ 2 പോയിൻ്റ് തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് നമ്മളിങ്ങനെ വരയ്ക്കുമ്പോൾ എന്തായി? ഡിസ്കൗണ്ട് പ്രൈസായി. ഈ ഒരു പോയിൻറ്റും കണക്ട് ചെയ്ത് 2 പോയിൻ്റ് അടുത്ത മൂന്നാമത്തെ ഈ ഒരു പോയിന്റിൽ വരുമ്പോൾ താഴത്തോട്ടുള്ള ട്രേഡ് നോക്കുക എന്നുള്ളൊരു വ്യൂ. ഓക്കെ, അതൊരു ഡിസ്കൗണ്ട് പ്രൈസാണ്. ഇനി ഇവിടുന്ന് ഇങ്ങനെ വന്ന മാർക്കറ്റ് തിരിച്ച് വീണ്ടും അതേ ട്രെൻഡ് ലൈൻ ഡിസ്കൗണ്ട് പ്രൈസ്.
തിരിച്ച് താഴത്ത് വന്നു, വീണ്ടും അതേ ട്രെൻഡ് ലൈന് ഡിസ്കൗണ്ട് പ്രൈസ്. ലോവർ ഹൈ ലോവർ ലോയിലാണെങ്കിൽ ഇങ്ങനെ എവിടെ നിന്ന് റെസിസ്റ്റൻസ് എടുക്കാം അങ്ങനെയുള്ള ഏരിയകൾ നോക്കിയിട്ട് നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുക. പിന്നീട് ഇത് താഴത്ത് വരുമ്പോൾ എന്തായി, ഇവിടം വരെ ഒരു ബൈയിങ് പ്രഷർ പോയിട്ടാണ് ഇത് താഴത്ത് വന്നത്. ഓക്കെ, അപ്പോൾ തിരിച്ച് ചെല്ലുമ്പോൾ ഈ ഒരു ഹൈക്ക് മേളിൽ മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് കയറാൻ പാടില്ല. ആ ഒരു ഹൈ വരെയും റെസിസ്റ്റൻസ് ഏരിയയാണ് ഈ ഒരു ഹൈ. ഓക്കെ, ഈ ഒരു ഹൈ റെസിസ്റ്റൻസ് ഏരിയയാണ്. കാരണം നേരത്തെ അവിടെ നിന്നാണ് ഒരു സെല്ലിംഗ് പ്രഷർ വന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് എന്തായി, മാർക്കറ്റ് നമുക്ക് ഒരു സെല്ലിംഗ് പ്രഷർ കാണിച്ചൊരു യു ടേൺ എൻട്രി. ഓക്കെ, യു ടേൺ എൻട്രി. അപ്പോൾ തിരിച്ച് കയറുമ്പോൾ ഈ ഒരു ഹൈക്ക് മേളിൽ മാർക്കറ്റ് പോവരുത്, പോയാൽ SL കൊടുത്തേക്കുക. അപ്പോൾ തിരിച്ച് ഇങ്ങനെ വരുമ്പോൾ ഇതൊരു ഡിസ്കൗണ്ട് പ്രൈസാണ്. ഓക്കെ, ഇവിടെ നിന്ന് താഴത്തോട്ട് ട്രേഡ് നോക്കാം. അപ്പോൾ റെസിസ്റ്റൻസ് എവിടെ കിട്ടുന്നോ അവിടെ നിന്ന് ട്രേഡ് എടുക്കുക. അത് ഹൊറിസോണ്ടലായിട്ട് വരാം, അല്ലെങ്കിൽ ട്രെൻഡ് ലൈൻ്റെ രീതിയിൽ വരും. അപ്പോൾ താഴത്തോട്ട് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഇവിടുന്ന് മാർക്കറ്റ് ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. നോക്കുക, താഴെ വന്നു, തിരിച്ച് കയറി 2 പോയിൻ്റ് കിട്ടി. അപ്പോൾ താഴെ വന്നു. അപ്പോൾ താഴത്തോട്ട് വരുമ്പോൾ നമ്മൾ എടുക്കൽ ഡിസ്കൗണ്ട് പ്രൈസിന് വരുമ്പോൾ എടുക്കുക. വീണ്ടും അതേ ട്രെൻഡ് ലൈന് വരുമ്പോൾ അത് ഡിസ്കൗണ്ട് പ്രൈസാണ്, എടുക്കുക. വീണ്ടും ട്രേഡ് കിട്ടി. ഓക്കെ, അപ്പോൾ ഇപ്പം നിലവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇനി നോക്കുമ്പോൾ ഇവിടെ ഒരു കാര്യമുണ്ട്. ഇവിടെ ഒരുപാട് തവണ സപ്പോർട്ട് എടുത്തൊരു ഏരിയ അല്ലേ, ഒരുപാട് തവണ സപ്പോർട്ട് എടുത്തൊരു ഏരിയ. ഓക്കെ, അപ്പോൾ ആ ലോയിനെ കട്ട് ചെയ്തിട്ട് ഇവിടെ ആ ലോയിനെ ഇവിടുന്ന് നല്ല രീതിയിൽ കട്ട് ചെയ്തു. എന്നിട്ട് ഇവിടുന്ന് ഒരു ബൈയിങ് പ്രഷർ ഇവിടം വരെ വന്നു, തിരിച്ച് താഴത്തോട്ട് വന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി ട്രെൻഡ് താഴത്തോട്ട് തന്നെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ റെസിസ്റ്റൻസിനെ റെസ്പെക്റ്റ് ചെയ്യാം. തിരിച്ച് മേപ്പോട്ട് കയറുമ്പോൾ ഈ ഒരു ഹൈക്ക് മേളിൽ ഇനി കയറാൻ പറ്റണം. അപ്പോൾ ഈ ഒരു ഹൈ വരെയും റെസിസ്റ്റൻസ് ഏരിയ, അവിടെ നിന്ന് നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം താഴത്തോട്ട്. ഓക്കെ, ഇനി ഈ ഒരു മാർക്കറ്റ് മുകളിലോട്ട് കയറണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം, ഈ ഒരു ഹൈക്ക് മേളിൽ പോകാൻ പറ്റണം. അപ്പോൾ ഇവിടം വരെയും ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്, ആ ഒരു ഹൈ വരെയും റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഇനി ഈ ഒരു മാർക്കറ്റ് ഇവിടുന്ന് മേളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹൈ നിന്ന് പോലും ഒരു ട്രേഡ് നമുക്ക് പ്ലാൻ ചെയ്യാം. ഓക്കെ, ഡിസ്കൗണ്ട് പ്രൈസ് ആണ്. ഇതിന് മേളിൽ ഒരു ക്യാൻഡിൽ ക്ലോസ് വെച്ചാൽ SL എടുത്ത് മാറിയേക്കുക. അപ്പോൾ ഇങ്ങനെ ഹൊറിസോണ്ടൽ അതുപോലെ നേരത്തെ സപ്പോർട്ട്, ഈ ഒരു സപ്പോർട്ട് ഇവിടെ സപ്പോർട്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് മേളിൽ വരെ പോയത്. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് പോലും തിരിച്ച് വരുമ്പോൾ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ട്രെൻഡ് ഡൗൺ ആണെങ്കിൽ, ലോവർ ഹൈ ലോവർ ലോയിൽ വരികയാണെന്നുണ്ടെങ്കിൽ നേരത്തെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ആവാം, അല്ലെങ്കിൽ നേരത്തെ ഒരു മേജറായിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ, അതായത് ഹൊറിസോണ്ടലായിട്ട് വരുന്ന റെസിസ്റ്റൻസ് ഏരിയ റെസിസ്റ്റൻസ് ആയിട്ട് റെസ്പെക്റ്റ് ചെയ്യാം. ട്രെൻഡ് ലൈൻ വരുന്നുണ്ടെങ്കിൽ ആ ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് ആയിട്ട് റെസ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ എവിടെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഏരിയ ഉണ്ടോ ആ ഡിസ്കൗണ്ട് പ്രൈസിൽ നിന്നും ലോവർ ഹൈ ലോവർ ലോയിൽ വരുമ്പോൾ നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുക. ഓക്കെ, ഇതാണ് ഡിസ്കൗണ്ട് പ്രൈസ് എന്ന് പറയുന്നത്. നമുക്ക് ഡിസ്കൗണ്ട് പ്രൈസിൽ ട്രേഡ് എടുക്കുക എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പോൾ ഇവിടെ തന്നെ കണ്ടില്ലേ, ഈ ഒരു ഏരിയയിൽ സപ്പോർട്ട് എടുത്തു, ഇവിടെയും സപ്പോർട്ട് എടുത്തു, അതിനുശേഷം ഈ ഒരു സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്തു, താഴെ വന്നു. തിരിച്ച് കയറുമ്പോൾ ഈ നേരത്തെ സപ്പോർട്ട് പോലും റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാം. ഇനിയിപ്പോൾ അവിടെ ചെന്ന് നമ്മൾ ട്രേഡ് എടുത്തില്ല, അവിടെ ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ആയി, അല്ലെങ്കിൽ ട്രെൻഡ് ലൈൻ വരുന്നുണ്ട്. അപ്പോൾ ആ ട്രെൻഡ് ലൈനിൽ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ട്രേഡ് എടുക്കാം. ഇതൊക്കെ ഡിസ്കൗണ്ട് പ്രൈസ് ആണ്. താഴെ വന്നു, അപ്പോൾ താഴത്തോട്ട് വരുമ്പോൾ ട്രേഡ് താഴെ വെച്ചിട്ട് എടുക്കാതിരിക്കും. ഓക്കെ, തിരിച്ച് എവിടെയാണോ നല്ലൊരു ഡിസ്കൗണ്ട് പ്രൈസ് വരുന്നത് അവിടുന്ന് ട്രേഡ് പ്ലാൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ട്രെൻഡ് ലൈൻ നോക്കണം, അവസാനത്തെ റെസിസ്റ്റൻസ് പോയിന്റ് നോക്കണം, അവസാനത്തെ നല്ല സപ്പോർട്ട് ഏരിയകൾ നോക്കണം. ഇത് എവിടെയൊക്കെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാവോ അവിടെ നിന്നൊക്കെ കൺഫർമേഷൻ കിട്ടിയിട്ടേ എടുക്കാവൂ, അല്ലാതെ ചാടിക്കറി എടുക്കല്. ഇങ്ങനെ ഡിസ്കൗണ്ട് പ്രൈസിൽ പോയിട്ട് നമ്മൾ ട്രേഡ് എടുക്കുക. ഇനിയിപ്പോൾ മാർക്കറ്റ് ബുള്ളിഷായിട്ട് പോവുകയാണെങ്കിലും അത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഡിസ്കൗണ്ട് പ്രൈസിന് വേണ്ടി വെയിറ്റ് ചെയ്യണം ബുള്ളിഷായിട്ട് പോകുമ്പോൾ.
ഇവിടെ നിന്ന് മാർക്കറ്റ് ബുള്ളിഷായിട്ട് പോവുകയാണ്. ഓക്കെ, താഴത്തെ ലോയിലേക്ക് വരാതെ മാർക്കറ്റ് കയറി പോവുകയാണ്. അപ്പോൾ തിരിച്ച് മേളിൽ വെച്ചിട്ട് ചാടി കയറി ബൈ എടുക്കൽ, ഡിസ്കൗണ്ട് പ്രൈസിൽ വരുമ്പോൾ ട്രേഡ് എടുക്കുക. ആ ഡിസ്കൗണ്ട് പ്രൈസ് നേരത്തെ സപ്പോർട്ടാവാം, അല്ലെങ്കിൽ നേരത്തെ റെസിസ്റ്റൻസ് സപ്പോർട്ടായിട്ടും ആക്ട് ചെയ്യാം, അല്ലെങ്കിൽ ട്രെൻഡ് ലൈൻ റെസ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ എങ്ങനെയായിരുന്നു ആദ്യം ട്രെൻഡായിട്ട് വരും? ഇങ്ങനെ ആ ട്രെൻഡിനെ ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്തു. ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് പിന്നെ നമ്മൾ ഈ ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ നേരത്തെ ഈ ഒരു റെസിസ്റ്റൻസ് പോയിൻ്റ് ബോഡി മുതൽ ഇവിടെയുള്ള വിക്ക് വരെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാം. അല്ലെങ്കിൽ നേരത്തെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ നോക്കുക. ലെഫ്റ്റ് സൈഡിൽ നോക്കുമ്പോൾ ഇവിടം വരെ ഒരു റെസിസ്റ്റൻസ് പോയിൻ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഇതൊരു റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നു. ആ ഒരു ഹൈക്ക് മേളിൽ മാർക്കറ്റിന് കയറാൻ പറ്റി. തിരിച്ചു വരുമ്പോൾ ഒരു ഡിസ്കൗണ്ട് പ്രൈസ് എവിടെ കിട്ടുന്നോ അവിടുന്ന് ട്രേഡ് പ്ലാൻ ചെയ്യാം. നോക്കുക, ഡിസ്കൗണ്ട് പ്രൈസ് മേളിൽ നിന്ന് താഴെ വന്നു, ഇവിടെ നിന്നൊരു ബൈയിങ് പ്രഷർ പോയി. അപ്പോൾ ഇവിടെ ഒരു ബൈയിങ് പ്രഷർ വന്നു. അപ്പോൾ ഈ ഒരു ലോയ്ക്ക് താഴെ തന്നെ പോയാലേ മാർക്കറ്റ് താപ്പോട്ട് പോകും. അപ്പോൾ അവിടെ ഒന്ന് ബൈ എടുത്തു, വീണ്ടും മേളിൽ കയറി. എന്തായി? തിരിച്ച് ഡിസ്കൗണ്ട് പ്രൈസ് നേരത്തെ സപ്പോർട്ട് അല്ല, നേരത്തെ റെസിസ്റ്റൻസ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുക എന്നുള്ള ഒരു വ്യൂവിൽ മേപ്പോട്ട് പോയി. ഇങ്ങനെ ഡിസ്കൗണ്ട് പ്രൈസിൽ നിന്ന് ട്രേഡ് എടുക്കുക. എപ്പോഴും മേളിൽ കയറി ട്രേഡ് എടുക്കാതെ. ഇപ്പോൾ ഈ ഒരു ഹൈക്ക് മേളിൽ മാർക്കറ്റ് കയറി, ഈ ഒരു ഹൈക്ക് മേളിൽ മാർക്കറ്റ് കയറി, എന്ത് ചെയ്യുക? ഡിസ്കൗണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. എവിടെയാണോ ഒരു സപ്പോർട്ട് കിട്ടുന്നത് ആ സപ്പോർട്ട് ഏരിയയിൽ നിന്ന് ട്രേഡ് എടുക്കാൻ നോക്കുക. അത് ട്രെൻഡ് ലൈനിലൂടെ ആവാം, അല്ലെങ്കിൽ നേരത്തെ റെസിസ്റ്റൻസ് അവിടെ സപ്പോർട്ടാവാം, അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഏരിയ അവിടെ സപ്പോർട്ടായിട്ടായിട്ട് ഇവിടുന്ന് കയറി ഇവിടെ വന്നു, തിരിച്ച് മേളിൽ കയറി, താഴത്ത് വരുമ്പോൾ ഈ ഒരു സപ്പോർട്ട് അവിടെ റെസ്പെക്റ്റ് ചെയ്യാം. ബുള്ളിഷ് ആകുമ്പോൾ തിരിച്ച് വീണ്ടും കയറി, താഴെ വന്നു, തിരിച്ച് വീണ്ടും കയറി. അപ്പോൾ ഇതായിരുന്നു അവസാനത്തെ ലോ. താഴെ വരുമ്പോൾ ഇതൊരു അവസാനത്തെ ലോയിൽ നിന്ന് ഡിസ്കൗണ്ട് പ്രൈസ് കിട്ടുകയാണ് ചെയ്തത് ഇവിടുന്ന്. ഓക്കെ, എക്സാക്റ്റ് അവിടുന്ന് മാർക്കറ്റ് തിരിച്ച് മേപ്പോട്ട് കയറി. ഇങ്ങനെ ഡിസ്കൗണ്ട് പ്രൈസിൽ വരുമ്പോൾ ട്രേഡ് എടുക്കുക. മേളിൽ കയറിയിട്ട് ട്രേഡ് എടുക്കാതെ ഡിസ്കൗണ്ട് പ്രൈസിൽ വരുമ്പോൾ ട്രേഡ് എടുക്കുക. ഓക്കെ, അല്ലാതെ നമ്മൾ ചാടി കയറി എവിടെയും പോയി എടുക്കല്. ഡിസ്കൗണ്ട് പ്രൈസ് ഇങ്ങനെ പോകുന്ന മാർക്കറ്റ് മേളിൽ കയറി ചാടി കയറി എടുക്കാത്തൊരു ഡിസ്കൗണ്ട് പ്രൈസ് വരും. ആ ഡിസ്കൗണ്ട് പ്രൈസിൽ വരുമ്പോൾ ട്രേഡ് എടുക്കുക. ഓക്കെ, ഹൈക്ക് മേളിൽ പോയി, ഈ ഹൈക്ക് മേളിൽ പോകുമ്പോൾ ചാടി കയറി ബൈ എടുക്കാതെ, കാരണം അവിടെ നിന്ന് നമ്മൾ ചാടി കയറി എടുക്കാതെ നിന്ന് കഴിഞ്ഞാൽ SLൻ്റെ ദൂരം വലുതായി പോകും. അപ്പോൾ ഡിസ്കൗണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. 100 രൂപയിൽ പോയ ഒരു സാധനം 90 രൂപയിലോ 80 രൂപയിലോ 70 രൂപയിലോ ഒക്കെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഓക്കെ, അന്നേരം ഇവിടെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പാറ്റേൺ ട്രെൻഡ് ലൈൻ പോകുന്നുണ്ടെങ്കിൽ ട്രെൻഡ് ലൈൻ നോട്ട് ചെയ്യുക. നേരത്തെ റെസിസ്റ്റൻസ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാം. അതുകൊണ്ട് ഇത് നേരത്തെ റെസിസ്റ്റൻസ് ഏരിയ, ആ റെസിസ്റ്റൻസ് സപ്പോർട്ടാവാം. അല്ലെങ്കിൽ ഇങ്ങനെ ട്രെൻഡ് ലൈൻ പോകുന്നുണ്ടെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ ഇങ്ങനെ മാർക്ക് ചെയ്യുക. മേപ്പോട്ട് പോകുമ്പോൾ നമ്മുടെ വ്യൂ ഇത്രയേ ഉള്ളൂ, അവസാനത്തെ ലോയ്ക്ക് താഴത്ത് മാർക്കറ്റ് വരരുത്. ഓക്കെ, മേപ്പോട്ട് പോകുമ്പോൾ ഇത്രയേ ഉള്ളൂ വ്യൂ. ഹയർ ലോയിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അവസാനത്തെ ലോയ്ക്ക് താഴത്ത് മാർക്കറ്റ് വരരുത്. ഇവിടെ നോക്കുക, അവസാനത്തെ നല്ലൊരു ഹൈ ഇവിടെയായിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഹൈക്ക് മേളിൽ മാർക്കറ്റിന് പോകാൻ പറ്റി. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് പോയ മാർക്കറ്റ് ഇവിടെ ഇടയിലൊരു സെല്ലിംഗ് ക്യാൻഡിലുണ്ട്, സെല്ലിംഗ് പ്രഷർ ഉണ്ടായിട്ട് മേപ്പോട്ട് പോയി. ഓക്കെ, അവസാനത്തെ ഹൈക്ക് മേളിൽ പോയി. അപ്പോൾ തിരിച്ചു വരുമ്പോൾ സപ്പോർട്ടായിട്ട് എവിടെ ആക്ട് ചെയ്യാം? ഈ നേരത്തെ റെസിസ്റ്റൻസ് പോലും സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാം. അല്ലെങ്കിൽ താഴത്ത് വന്നു കഴിഞ്ഞാൽ നേരത്തെ എവിടെയാണോ ഒരു ഡിസ്കൗണ്ട് പ്രൈസ് ഒരു സപ്പോർട്ട് ഉള്ളത് അത് റെസ്പെക്റ്റ് ചെയ്യാം. എക്സാക്റ്റ് എവിടെ വന്നിട്ടാണ് പോയത്? ഈ ഒരു ലോയിൽ വന്നിട്ടാണ് പോയത്. ഒരു സെല്ലിംഗ് പ്രഷർ നടന്ന ഈ ഒരു ഏരിയ ഡിസ്കൗണ്ട് പ്രൈസാണ്. വീണ്ടും മേളിൽ പോയി. മേളിൽ പോകുമ്പോൾ അടുത്ത ഡിസ്കൗണ്ട് പ്രൈസ് എങ്ങനെ? അപ്പം മേപ്പോട്ട് പോകുമ്പോൾ നമ്മൾ ഇത് 5 മിനിറ്റിലാണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ട്രെൻഡ് ലൈനിൽ എപ്പോൾ വരുന്നോ അന്നേരം ട്രേഡ് നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നേരത്തെ ഒരു റെസിസ്റ്റൻസ് ഏരിയ
നേരത്തെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഇവിടെയായിരുന്നു. അപ്പോൾ ആ ഒരു റെസിസ്റ്റൻസിൻ്റെ മേളിൽ പോയാൽ തിരിച്ചു വരുമ്പോൾ ആ ഒരു റെസിസ്റ്റൻസ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാം. അവിടുന്ന് ട്രേഡ് പ്ലാൻ ചെയ്യാം. തിരിച്ച് താഴത്തോട്ട് വരുമ്പോൾ ട്രെയിൽ ലൈൻ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാം. അവിടുന്ന് ബൈ. ഇതാണ് വ്യൂ. പിന്നെ ഓവറോൾ ട്രെൻഡ് നോക്കണം. ഹയർ ടൈം ഫ്രെയിമിൽ ഓവറോൾ താഴത്തോട്ട് വന്നുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ നല്ലൊരു എക്സ്ട്രീം റെസിസ്റ്റൻസ് കിട്ടിയാൽ അവിടുന്ന് താഴത്തോട്ടുള്ള ട്രേഡ് തന്നെ നോക്കുക. ഓക്കെ, ഇതിപ്പോൾ 5 മിനിറ്റിൽ നോക്കിയതാണ്. അപ്പോൾ ഇതാണ് ഡിസ്കൗണ്ട് റേസ് എന്ന് പറയുന്നത്. എപ്പോഴും ഡിസ്കൗണ്ട് റേസ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ തന്നെ നോക്കുകയാണെങ്കിൽ കണ്ടില്ലേ, ഇവിടുത്തെ ഈ ഒരു സപ്പോർട്ടിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. എംബാറ്റേൻ്റെ ലോയിനെ കട്ട് ചെയ്തു. അപ്പോൾ കട്ട് ചെയ്ത് താഴെ വന്ന് ഒരു ബൈയിങ് പ്രഷർ ഉണ്ടായി. വീണ്ടും താഴെ വന്ന് തിരിച്ചു കയറുമ്പോൾ ആ ഒരു ബൈയിങ് പ്രഷർ ഉണ്ടായ ആ ഒരു ഏരിയ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാം. ട്രെയിൽ ലൈൻ വരുന്നുണ്ടെങ്കിൽ ആ ട്രെയിൽ ലൈനും ആക്ട് ചെയ്യാം. ഓക്കെ, താഴെ വന്നു തിരിച്ച് ഡിസ്കൗണ്ട് പ്രൈസിൽ ചെല്ലുമ്പോൾ ട്രേഡ് എടുക്കാൻ നോക്കുക. ഡിസ്കൗണ്ട് പ്രൈസ്, ആ ഡിസ്കൗണ്ട് പ്രൈസ് അറിയാനാണ് നമ്മൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസുകൾ, ട്രെൻഡ് ലൈൻ, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കേണ്ടത്. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, ട്രെൻഡ് ലൈൻ. ഓക്കെ, ഇങ്ങനെ ട്രെൻഡായിട്ടായിരുന്നു മാർക്കറ്റ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ട്രെൻഡ് ലൈൻ റെസ്പെക്റ്റ് ചെയ്യാം. താഴത്തോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആക്ട് ചെയ്യും. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇനി എന്തായി, അവസാനത്തെ ഈ ഒരു 5 മിനിറ്റ് ഹൈക്ക് മേളിൽ മാർക്കറ്റിന് കയറാൻ പറ്റി. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ആ ഒരു അവസാനത്തെ ഹൈക്ക് മേളിൽ കയറിയ ഈ ഒരു സെല്ലിംഗ് പ്രഷർ നടന്ന സപ്പോർട്ട് ഏരിയ അവിടെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാം. എന്തായി, ഇവിടുന്ന് മേളിൽ കയറിയപ്പോൾ നമ്മൾ ഇവിടുന്ന് ട്രേഡ് എടുത്തില്ല എന്ന് വെച്ചോ. അപ്പോൾ ഇത് മേപ്പോട്ട് പോകുമ്പോൾ നമ്മൾ ചാടി കയറിയൊന്നും എടുക്കല്. ഡിസ്കൗണ്ട് പ്രൈസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. മാർക്കറ്റ് കയറി അവസാനത്തെ ഹൈക്ക് മേളിൽ കയറിയതുകൊണ്ടാണ് തിരിച്ചു വരുമ്പോൾ ഇവിടെ ഒരു എംപാറ്റേൺ ക്രിയേറ്റ് ചെയ്ത് ആ ലോയ്ക്ക് താഴത്ത് വന്ന് തിരിച്ച് അതേ എംപാറ്റേൺ തന്നെ അവിടെ റെസിസ്റ്റൻസ് ആയി. ആ എംപാറ്റേണിൻ്റെ ലോയിൽ വെച്ചിട്ട് റെസിസ്റ്റൻസ് ആയിട്ട് താഴെ വന്നപ്പോൾ എവിടം വരെ വന്നു, എക്സാക്റ്റ് നേരത്തെ സപ്പോർട്ടിൽ വന്നു. അപ്പോൾ ഈ സപ്പോർട്ട് വെച്ചിട്ട് ബൈ എടുക്കുക, ഡിസ്കൗണ്ട് പ്രൈസ്. അപ്പോൾ തിരിച്ച് ചെല്ലുമ്പോൾ ഇനി ഒരു സെല്ലെടുക്കാൻ മാർക്കറ്റ് ഓവറോൾ താഴത്തോട്ട് ഹയർ ടൈം ഫ്രെയിമിൽ വന്നുകൊണ്ടിരുന്ന മാർക്കറ്റ് ആയതുകൊണ്ട് തിരിച്ച് ചെല്ലുമ്പോൾ ഈ ഒരു റെസിസ്റ്റൻസ് റെസ്പെക്റ്റ് ചെയ്യാം. അവിടെ നിന്നൊരു ട്രേഡ് പ്ലാൻ ചെയ്യുക. ഇവിടുന്ന് കയറി തിരിച്ച് ചെല്ലുമ്പോൾ അതൊരു ഡിസ്കൗണ്ട് പ്രൈസാണ്. താഴത്തോട്ട് നോക്കുകയാണ്. ഇതിൻ്റെ മേളിൽ സ്ട്രോങ് ആയിട്ടൊരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് വെച്ചാൽ നമ്മൾ SL കൊടുത്ത് മാറേണ്ടേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ട്രെൻഡായി വന്നുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ട്രെൻഡിന് അഗെയിൻസ്റ്റ് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെറിയ മൂവ്മെൻറ്റുകളെ നോക്കാവൂ. അപ്പോൾ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് പോയി ഇവിടെ നിന്ന് വന്ന് സപ്പോർട്ട് എടുത്തു. അപ്പോൾ തിരിച്ച് ഇവിടെ വരുമ്പോൾ ഒരു ബൈ നോക്കാം, ഇവിടെ വരുമ്പോൾ ഒരു ബൈ നോക്കാം. അതൊക്കെ ചെറിയ ട്രേഡുകളെ നോക്കാവൂ ട്രെൻഡിന് അഗെയിൻസ്റ്റ്. അല്ലെങ്കിൽ ട്രെൻഡിന് അഗെയിൻസ്റ്റ് ട്രേഡ് എടുക്കാതിരിക്കുക. ട്രെൻഡിൻ്റെ കൂടെ ഇപ്പോൾ ലോവർ ഹൈ ലോവർ ലോയിൽ വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡിൽ വരികയാണെങ്കിൽ റെസിസ്റ്റൻസ് ചെയ്യുന്ന താഴോട്ടുള്ള ട്രേഡ് എടുക്കാൻ നോക്കുക. ഓക്കെ, അപ്പോൾ തിരിച്ചിനിയിപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഈ ഒരു ഹൈക്ക് മേളിൽ മാർക്കറ്റിന് കയറാൻ പറ്റണം. ആ ഒരു ഹൈ വരെയും റെസിസ്റ്റൻസ് ഏരിയ. ഓക്കെ, ആ ഒരു ഹൈ വരെയും റെസിസ്റ്റൻസ് ഏരിയ. അതുപോലെ ഇവിടെ ഇങ്ങനെ ട്രെൻഡ് ആകുന്നുണ്ട്. അപ്പോൾ താഴെ നിന്നും തിരിച്ച് മേപ്പോട്ട് ചെല്ലുമ്പോൾ ആ ഒരു ട്രെൻഡ് ലൈൻ മേളിൽ ചെല്ലുകയാണെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ ഒരു പക്ഷേ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാം. അതൊക്കെ ഡിസ്കൗണ്ട് പ്രൈസാണ്. അപ്പോൾ ഇങ്ങനെ ഡിസ്കൗണ്ട് പ്രൈസിൽ നമ്മൾ ട്രേഡ് എടുക്കാൻ നോക്കുക. ഡിസ്കൗണ്ട് പ്രൈസ് ഒരിക്കലും ചാടി കയറിയിട്ട് ട്രേഡ് എടുക്കല്. ഇങ്ങനെയുള്ള ഡിസ്കൗണ്ട് പ്രൈസ് നോക്കിയിട്ട് ആ ഡിസ്കൗണ്ട് പ്രൈസിൽ നിന്ന് ട്രേഡ് എടുക്കുക. അപ്പോൾ ഇവിടുന്ന് നോക്കുകയാണെങ്കിലും ഈ ഒരു ചെറിയ ഒരു ഏരിയയിൽ നോക്കുകയാണെങ്കിൽ ലോവർ ഹൈ ലോവർ ലോയിൽ വരുന്നു. എന്തായി, താഴെ വന്നു ഒരു ഡിസ്കൗണ്ട് പ്രൈസ്. ഓക്കെ, താഴെ വന്നു ഒരു ഡിസ്കൗണ്ട് പ്രൈസ്, താഴെ വന്നു വീണ്ടും ഡിസ്കൗണ്ട് പ്രൈസ്. ഇങ്ങനെ നോക്കുക. ഓക്കെ, ഇത് ഇവിടുന്നും ട്രെൻഡായിട്ടാണ് വന്നുകൊണ്ടിരുന്നത്.
ഇങ്ങനെ ട്രെൻഡായിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ ആ ട്രെൻഡ് ലൈനിൽ ചെല്ലുമ്പോൾ നമുക്ക് താഴത്തോട്ടുള്ള ട്രേഡ് നോക്കാം. ഡിസ്കൗണ്ട് പ്രൈസ് എവിടെ കിട്ടുന്നു അവിടുന്ന് ട്രേഡ് നോക്കുക. ഡിസ്കൗണ്ട് പ്രൈസ് അല്ലാതെ ചാടി കയറിയിട്ട് ഒരിക്കലും എടുക്കരുത്. ഡിസ്കൗണ്ട് പ്രൈസിൽ നിന്ന് എപ്പോഴും ട്രേഡ് പ്ലാൻ ചെയ്യാവൂ. അപ്പോൾ നിങ്ങളിങ്ങനെ ഈ ഡിസ്കൗണ്ട് പ്രൈസുകളിൽ നിന്നും മാർക്കറ്റ് ഹയർ ലോയിൽ പോവുകയാണെങ്കിൽ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ തിരിച്ച് താഴത്തോട്ട് വരുമ്പോൾ സപ്പോർട്ട് എവിടെ ആക്ട് ചെയ്യുമോ അവിടെ നിന്ന് ബൈ എടുക്കുക. ലോവർ ലോയിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഒരു റെസിസ്റ്റൻസ് എവിടെ കിട്ടുന്നോ ആ റെസിസ്റ്റൻസിൽ നിന്നും, അതൊരു ഡിസ്കൗണ്ട് പ്രൈസാണ് ആ ഒരു റെസിസ്റ്റൻസ് ഏരിയ, അവിടെ നിന്നും ട്രേഡ് എടുക്കാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഇത് നല്ല രീതിയിൽ പോയിട്ടൊന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക എല്ലാ ടൈം ഫ്രെയിമിലും. എന്നിട്ട് ഡിസ്കൗണ്ട് പ്രൈസ് എവിടെ വരുന്നോ അവിടെ നിന്ന് നിങ്ങൾ ട്രേഡ് പ്ലാൻ ചെയ്യുക. അപ്പോൾ ഇത് ആദ്യം കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും ഒന്നും കൂടെ കാണുക. എന്നിട്ടത് ബാക്ക് ടെസ്റ്റ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.